ഇന്ന് രാവിലെ തന്നെ ഉണ്ട് നമ്മളെ ഡിവൈഎഫ്ഐ നേതാവ് വസീഫും കൂട്ടരും കൂടി വയനാട്ടിലേക്കൊരു യാത്ര. ഇതൊന്ന് കണ്ടുനോക്കി. മുണ്ടക്കൈ ദുരന്ത ബാധിതർക്കുള്ള കോൺഗ്രസ് ഭവന നിർമ്മാണം വൈകുന്നതിൽ നാടകീയ നീക്കവുമായി ഡിവൈഎഫ്ഐ. സ്ഥലത്ത് ഡിവൈഎഫ്ഐ കുടിൽ കെട്ടി സമരം തുടങ്ങി. സംസ്ഥാന പ്രസിഡന്റ് വി വസീഫിന്റെ നേതൃത്വത്തിലാണ് സമരം. എന്താ ഇപ്പൊ ഇതിന് പറയും? ഇവരെ ഈ കാട്ടിക്കൂട്ടിലോ കണ്ടാ തോന്നുന്നു കോൺഗ്രസ് ആണ് ഇപ്പൊ കേരളം ഭരിക്കുന്നത് എന്നുള്ളത്. എന്തൊരവസ്ഥ നോക്കിയേ. 10 കൊല്ലം ഭരിച്ച പാർട്ടിന്റെ നേതാക്കള് അവർക്ക് എന്താണോ അവർ ഇത്രയും കാലം ചെയ്തത് എന്ന് പറയേണ്ട സമയമാണിപ്പോൾ. അവരെന്തൊക്കെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തു കൊടുത്തു എന്നുള്ളത് ഓരോ നക്കമിട്ട് പറഞ്ഞിട്ട് വോട്ട് വാങ്ങേണ്ട സമയമാണ്. ആ സമയത്ത് ഒരു ചെയ്യുന്ന പണിയാണ് ഇപ്പൊ ഇതൊക്കെ. ഇതൊന്ന് കേട്ടു നോക്കി. വയനാട്ടിലേക്ക് പോകാം. വയനാട് ടൗൺഷിപ്പ് ഉദ്ഘാടനം നമുക്കറിയാം മാർച്ച് 1-ാം തീയതിയാണ് അത് നടന്നത്. വലിയ കൊട്ടിഘോഷിച്ച് വലിയ ആഘോഷത്തോടു കൂടി നടന്ന ഒരു പരിപാടിയായിരുന്നത്. സർക്കാരിന്റെ അന്തസ് ഉയർത്താനുള്ള ഒരു വലിയ പരിപാടിയായിട്ടാണ് അതിനെ അവർ തീരുമാനിച്ചിരുന്നതും നടത്തിയിട്ടുള്ളതും. അതിന് തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിലൊക്കെ നൂറുകണക്കിന് തൊഴിലാളികളെ എത്തിച്ച് അതിവേഗത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നടക്കുകയായിരുന്നു. നമുക്ക് ആ ദൃശ്യങ്ങൾ ആദ്യം ഒന്ന് കാണാം. എന്തുകൊണ്ട് അത് ഇപ്പോൾ പറയുന്നു എന്നുള്ളത് അതിനുശേഷം. കേട്ടില്ലേ? അതായത് കൊട്ടിഘോഷിച്ച് നമ്മൾ നടത്തിയിട്ടുള്ള ആ ഒരു ഉദ്ഘാടനം ഉണ്ടല്ലോ, ഇപ്പോഴും ആളുകൾക്ക് അവിടെ താമസിക്കാനായിട്ടില്ല. ആദ്യം നിങ്ങൾ അവിടെ പോയിട്ട് സമരം ചെയ്തിട്ട് 1.5 കൊല്ലമായിട്ട് 750 കോടി പിരിപ്പിച്ച് ജനങ്ങളെ നിന്ന് പിരിപ്പിച്ച് തന്ന പൈസ ഉണ്ട്. ജനങ്ങൾ പിരിച്ചെടുത്ത പൈസയിൽ നിന്ന് ഉണ്ടാക്കി ആ വീട്ടിൽ താമസിക്കാനുള്ള താമസ യോഗ്യമാക്കി കൊടുക്കി. അതിന് പോയി സമരം ചെയ്യും. ഇതൊരു പാർട്ടി ഏറ്റെടുത്തിട്ടുള്ളതാണ്. ആ പാർട്ടിക്കാർ കൊടുത്ത പൈസ ആണ് അത്. മറ്റൊരു ജനങ്ങളെ പിരിപ്പിച്ച പൈസ ആണ്. ആ രണ്ടുള്ള വ്യത്യാസമാണിത്. നിങ്ങളിത്തേക്ക് എന്തെങ്കിലും ചോദ്യം വരുമെന്ന് കാണുമ്പോൾ ഇത്തരത്തിലുള്ള കോമാളിത്തരം കാണിച്ചിട്ടൊന്നും കാര്യമില്ല. കോൺഗ്രസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവർ ചെയ്തു കൊടുത്തോളൂ. അത് അവരെ പാർട്ടിക്കാരെടുത്ത് പിരിപ്പിച്ച പൈസ ആണ്. നിങ്ങളിങ്ങനെ ബേജാറാവേണ്ട ആവശ്യമില്ല. ആദ്യം ഇത് പൂർത്തീകരിക്കാൻ നോക്കി. എന്തൊരു ഗതികേടായ കൈമാരങ്ങളെ. ഈ ഒരു സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? 10 കൊല്ലം ഞങ്ങൾ ഭരിച്ചപ്പോൾ ഞങ്ങൾ ഇത്രയും വികസനങ്ങൾ നടത്തി, ഇതെങ്ങനെ ഞങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് കാണിച്ചു കൊടുക്കേണ്ട സമരം. നുണേശന്റെ മത്സരവും പിന്നെ കോൺഗ്രസ്സുകാരുടെ സ്ഥലത്ത് പോയിക്കാണ്ട് വീട് കെട്ടിക്കാണ്ട് സമരം, ഇതൊന്നും അല്ല ഒരു രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ആദ്യം അത് കാണിച്ചു കൊടുക്കി. എന്തൊരു ഗതികേട്ട.